ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സംഭവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ 15 നൂറ്റാണ്ടായി. 15 നൂറ്റാണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്ന് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മളെ നല്ല വഴികളിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് 14-15 നൂറ്റാണ്ടായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിൽ, അന്ന് നടന്ന ജാഹിലിയ കാലഘട്ടത്തിൽ എതിനെയാണോ എതിർത്തിരുന്നത്, ആ ഒരു ജഹാലത്താണ് ഈ 14 നൂറ്റാണ്ടിന് ശേഷം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മൾ ഡാർക്ക് ഏജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഇരുണ്ട യുഗം എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? മനുഷ്യനെ മനുഷ്യനായി കാണുന്നില്ല, നീതിയില്ല, ധർമ്മമില്ല, സാഹോദര്യമില്ല, സഹവർത്തിത്വമില്ല, സ്ത്രീകൾക്ക്, മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് സ്ഥാനമാനമില്ല, അവരെ ബഹുമാനിക്കുന്നില്ല, മുതിർന്നവരെ ആദരിക്കുന്നില്ല. ഇതുപോലുള്ള സംഭവ വികാസങ്ങൾ, അശ്ലീലങ്ങളും അനാശാസ്യങ്ങളും അധാർമിക പ്രവർത്തനങ്ങളും കൊടുകുത്തി വാണിരുന്ന ഒരു കാലഘട്ടം അതായിരുന്നു ഡാർക്ക് ഏജ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇരുണ്ട യുഗം, നീതിയില്ലാത്ത യുഗം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് സംഭവ്യമാണ്, സാധിക്കാം, സ്വാഭാവികമാണ്. ലോകം പുരോഗമിക്കാത്ത കാലഘട്ടം. അന്ന് ഒരു ഗുരുനാഥനോ പഠിപ്പിച്ചു തരാനോ ഈ വഴികേടിൽ കിടക്കുന്നവരെ സത്യത്തിന്റെ പന്ഥാവിലേക്ക് കൊണ്ടെത്തിക്കാനോ ഒരാളില്ലാത്ത ഒരു കാലഘട്ടം. അപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആ നാട്ടിലേക്ക് ഇറക്കുന്നത്, ഒരു നൂറായിട്ട്, പ്രകാശമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് നൂറ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ ഈ ഖുർആനിനും നൂർ എന്ന് പറയുന്നുണ്ട്. നബിതങ്ങളോടൊപ്പം കൊടുത്തുവിട്ട ആ നൂർ പ്രകാശത്തെ നിങ്ങൾ അംഗീകരിക്കണം. അതാണ്. അതേപോലെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഖദ് ജാഅകും മിനല്ലാഹ് നൂറുൻ വകിതാബും മുബീൻ. അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു നൂറ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു പ്രകാശം വന്നിട്ടുണ്ട്. ആരാണ് ആ പ്രകാശം? അവിടെ അള്ളാഹു തൊട്ടടുത്ത് കിതാബും മുബീൻ എന്നും കൂടെ പറയുന്നുണ്ട്. വ്യക്തമായ ആധാരങ്ങളോടുകൂടി, പരിശുദ്ധ ഖുർആനോടുകൂടി ഒരു പ്രകാശം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആരാണ്? നൂറാണ്. ഖുർആൻ നൂറാണ്. അപ്പൊ ഒരു നൂറ് ഈ ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട യുഗത്തെ ഡബിൾ ലൈറ്റാണ്, ഡബിൾ പ്രകാശം. ഒന്നുകൊണ്ടല്ല, ഭയങ്കര ഹാലജൻ. സാധാരണ ലൈറ്റ് പോരാ, ഹാലജൻ, രണ്ടുപേരും. അപ്പൊ പരിശുദ്ധ ഖുർആനാണ് ഇത് അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനും പ്രകാശമാണ്, ഇത് കൊണ്ടുവന്ന ആളും പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ്. എന്തായിരുന്നു അപ്പൊ ആ സാഹചര്യം? ആ സാഹചര്യത്തിൽ നിന്ന് ഈ ഖുർആൻ എന്ന് പറയുന്ന വൃക്ഷം ഇങ്ങനെ നടന്നു, ഓരോ ഇരുണ്ട വഴികളിലൂടെ നടന്നു, വെളിച്ചം കാണിച്ചു കൊടുക്കാൻ. കുഴിയേത്, കുണ്ടേത്, കല്ലേത്, മണ്ണേത്, ഇത് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് വെളിച്ചം കാണിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ട് സത്യത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുവന്ന് ഈ ഡാർക്ക് ഏജ് അടച്ച് പൂർണ്ണമായിട്ട് ആലജ്ജൻ സൃഷ്ടിച്ചിട്ടാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോയത്. അതിന് 23 വർഷം പണിയെടുത്തു. 23 വർഷം പണിയെടുത്തു. അന്ന് ആ കാലഘട്ടത്തിലെ ആ അധാർമിക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണോ റസൂലുള്ളാഹി നിരോധിച്ചത്, ആ അധാർമിക പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് നിലവിൽ വന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഒരു കാലഘട്ടം വരും സ്വഹാബത്തെ, അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളെ നിരത്തി വെച്ചിട്ട് പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ, ഉപദേശിച്ച കൂട്ടത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, കൈഫ ബിക്കും, നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇദാ റഅയ്തുമുൽ മുൻകറ ബിൽ മഅറൂഫ് വൽ മഅറൂഫ മുൻകറൻ,
ഇദാ റഅയ്തുമുൽ മുൻകറ മഅറൂഫൻ വൽ മഅറൂഫ മുൻകറൻ. നല്ലതിനെ മോശമായി കാണുന്ന ഒരു കാലം വന്നാൽ, മോശമായ സംഭവങ്ങളെ, വൃത്തിഹീനമായ സംഭവങ്ങളെ നല്ലതായി ജനങ്ങൾക്ക് കൊള്ളാം, ഹാപ്പിയാണ് ഇത് ചെയ്താൽ എന്ന ഒരു കാലം വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് ഈ 1400 വർഷത്തിന് മുമ്പ് റസൂലുള്ളാഹി ചോദിച്ചിരുന്നു. പക്ഷെ സഹാബാക്കൾക്ക് അതിൽ അത്ഭുതമായിരുന്നു. ഖാലു ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്. അങ്ങനെയൊക്കെ സംഭവിക്കും? എന്താണ് ഈ പറയുന്നത് പറഞ്ഞാല്, പെണ്ണുങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടലും വെള്ളം അടിക്കലും പരസ്യമായിട്ട് കെട്ടിപ്പിടിക്കലും ചുംബിക്കലും അങ്ങനെ ഒരു ആഭാസം ഒരു 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ സഹാബാക്കൾക്കിടയിൽ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്നു. ഇതിനെയൊക്കെ അടിച്ചു ഒതുക്കി തകർത്ത് ഇവിടെ നൂറ് പ്രകാശം അള്ളാഹു കൊണ്ടുവന്നു റസൂലുള്ളാഹിയിലൂടെ. ഇവിടെ എല്ലാം അൽഹംദുലില്ലാഹ് അധാർമിക പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും പര്യവസാനമായി 4 ഭാഗത്തും മീഖാത്ത് സ്ഥാപിച്ച് ഇനി ഒരു ശിർക്കും കുഫറും ഒരു എടങ്ങേറും ഫുസ്ഖുകൾ ഒന്നും ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ അവിടെ തീരുമാനം എടുത്തു. സഹാബാക്കളോട് പറയുന്ന ഒരു 14 നൂറ്റാണ്ടിന് ശേഷം ഇനിയും അത് സംഭവിക്കാം. അപ്പൊ എന്തായിരിക്കും അഭിപ്രായം? അങ്ങനെ സംഭവിക്കുമോ നബിയെ? അങ്ങനെ സംഭവിക്കുമോ നബിയെ? ഇപ്പൊ നിസ്കരിക്കുന്ന ഒരാൾ വെള്ളം അടിക്കുന്നുണ്ടാവും, 5 വഖത്ത് അവൻ നിസ്കരിക്കാൻ മുന്നിലത്തെ സഫിലുണ്ട്. അളിയ അവൻ ഇന്നലെ ബിവറേജസ് നിൽക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ആരെ കുറിച്ചാണ് നീ പറയുന്നത്? നമ്മുടെ സുബൈർ പേരെന്ന് പറഞ്ഞാന്നേ എന്റെ ഒരു ഉദാഹരണം. ഏതെങ്കിലും സുബൈർ ഉദാഹരണം, അബൂബക്കർ ഖലാസ് എന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഔക്കാർക്ക. അല്ല, ഇയാള് പോയിട്ട് എവിടെയെങ്കിലും ഫ്രണ്ടിൽ പോയിട്ട് വെള്ളം മേടിക്കുന്നിടത്ത് നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഔക്കാറാ. വിശ്വസിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? അളിയന് വിഷമം തോന്നണ്ട. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അളിയന് ഭയങ്കര വിഷമം, അളിയനെ കുറിച്ച് കുറ്റം പറഞ്ഞത്. അങ്ങനെ ഒരു അത്ഭുതം, അതാണ് സഹാബത്ത് എന്ന് പറഞ്ഞാല്. അത് ഇമ്പോസിബിൾ ആണ്. നമ്മളെ നാട്ടിൽ ഇപ്പൊ സഹാബാക്കൾ അള്ളാന്റെ റസൂല് വന്ന് ഇതെല്ലാം അടിച്ച് നിരത്തി അധാർമികമൊക്കെ ഒതുക്കി ഇപ്പൊ നല്ല ദീനിയായ മാഹൗല് ഇനിയൊരു 14 നൂറ്റാണ്ടിന് ശേഷം ഇങ്ങനെയൊക്കെ വീണ്ടും വരുമെന്ന് സഹാബാക്കളുടെ മുന്നിൽ വെച്ച് ഡിജിറ്റലിൽ പോലും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ റസൂല് തങ്ങൾ പറഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പോ സഹാബാക്കൾ ഇന്ന ഹാദാ ലകായിനു യാ റസൂലല്ലാഹ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം വഅശദ്ദ മിൻ. നഅം, അതെ എന്ന് പറഞ്ഞു നിർത്തിയില്ല. വഅശദ്ദ മിൻ, ഇതിനേക്കാളും കടുപ്പമായിരിക്കും സഹാബത്തെ. ശരിയല്ലേ? ശരിയല്ലേ? 88 കോടി കുടിച്ച് തീർത്ത്, തിന്നാനും കുടിക്കാനും നമുക്കില്ല. 88 കോടി കുടിച്ചു തീർത്ത് കളിക്കാൻ അറബ് രാഷ്ട്രങ്ങൾ കളിക്കാൻ, വെറും കളിക്ക് മാത്രം ചെലവാക്കിയത് 1,80,000 കോടി. 1,80,000 കോടി. നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു നോക്കണം. അത് എണ്ണി തീർക്കാൻ തന്നെ എത്ര മിഷൻ വേണമായിരിക്കും. അപ്പൊ ഇത് ചെലവാക്കുന്നത് കളിക്ക്, ചിരിക്ക്, രസത്തിന്, ടൈം പാസിന് കോടാനകോടികൾ ചെലവാക്കുന്നു. അതിനുവേണ്ടി മദ്യം കോടിക്കണക്കിന് രൂപ. അതിൻ്റെ ഒന്നും കണക്ക് ഇപ്പൊ നമ്മൾ നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിയമസഭയൊന്നും അല്ലല്ലോ ഇപ്പൊ കണക്ക് നമുക്ക് ബോധിപ്പിക്കാൻ. എന്നാലും ഇത് ഇത്ര 80 കോടിക്ക് നമ്മുടെ കൗമ കുടിച്ച് തീർത്തോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒരു പക്ഷേ നമുക്കൊരു അത്ഭുതം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ. 80 കോടിക്ക് കുടിച്ചു തീർത്തു. അതെ, 80 കോടിക്ക് കുടിച്ചു തീർത്തു. ഇത്ര വേസ്റ്റായി. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യാഥാർത്ഥ്യമായില്ലേ? يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث. അന്ന് എടുത്ത പണിയായത് റസൂലുള്ളാഹി തങ്ങൾ. എത് തിന്നണം, എത് തിന്നരുത്, എത് കുടിക്കണം, എത് കുടിക്കരുത്, എത് വാങ്ങണം, എത് വാങ്ങരുത്, എത് കച്ചവടം ചെയ്യണം, എത് കച്ചവടം ചെയ്യരുത്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി 14 നൂറ്റാണ്ടുകൾക്ക് ശേഷം എല്ലാം റിട്ടേൺ, എല്ലാം മടങ്ങി വരും. സഹാബകൾ അത്ഭുതം. അങ്ങനെ സംഭവിക്കുമോ നബിയെ? നഅം വഅശദ്ദ മിൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ സൽമാൻ, അതിനേക്കാളും കടുപ്പമായിരിക്കും ആ കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
പറഞ്ഞ വാക്കെന്താ? ലാ യഅരിഫൂന മഅറൂഫൻ വലാ യുൻകറൂന മുൻകറ. നന്മയെ നന്മയായിട്ട് അവർ കാണൂല. ഇത് നന്മയാണെന്ന് ആരെങ്കിലും ഉലമാക്കൾ അവരോട് പറഞ്ഞു കൊടുത്താൽ അവരെ തെറി വിളിക്കുകയും അവരെ വേദനിപ്പിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും സഹാബത്തെ. ശരിയല്ലേ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞതാണ്, യുഖ്തലുൽ ഉലമ, ഉലമാക്കളെ അന്ന് കൊന്നുകളയുന്നു. ഇതൊക്കെ ഹക്ക് വിളിച്ചു പറയുന്നവരെ ഭീഷണിപ്പെടുത്തും, കൊല്ലും. കഖത്തിലിൽ കൽബ്, പട്ടി അടിക്കുന്നത് പോലെ അടിക്കുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കമാ യുഖ്തലുൽ കിലാബു, ഹദീസിലുള്ളതാണ്. പട്ടികളെ കൊല്ലുന്ന പോലെ, പട്ടിയുടെ സ്ഥാനം പോലും ഈ നന്മ ഉപദേശിക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുക്കുന്നവർക്ക് ആ കാലഘട്ടത്തിൽ സ്ഥാനമുണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും സ്വഹാബത്തെ എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ നമ്മൾ പറഞ്ഞത് ആയില്ലേ? 1500 വർഷമായില്ലേ? 1500 വർഷത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റി. പടച്ചവനെ, ഇതൊക്കെ അള്ളാന്റെ റസൂൽ അന്ന് പറഞ്ഞത് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം യാഥാർത്ഥ്യമാണല്ലോ എന്ന് ഇപ്പൊ നമുക്ക് ബോധമായില്ലേ? അന്ന് റസൂൽ പറഞ്ഞപ്പോ നമുക്ക്, ഇന്ന് അബൂജഹൽ ഉണ്ടായിരുന്നെങ്കിൽ പറയും ഈ ഇസ്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അബൂ ലഹബ് ഇന്നുണ്ടായിരുന്നെ പറയും, മുഹമ്മദ് ഇതാണോ, ഐ ആം റെഡി, ഞാനിത് സ്വീകരിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കീഴിൽ കിടന്ന സ്വഹാബാക്കൾ, അള്ളാന്റെ റസൂല് വഫാത്തായി വർഷങ്ങളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് 1 നൂറ്റാണ്ട് കാലം സ്വഹാബാക്കൾ ജീവിച്ചിരുന്നു, 100 വർഷത്തോളം. പിന്നീട് ആ കാലഘട്ടത്തിൽ സ്വഹാബത്ത് പോലും അള്ളാന്റെ റസൂൽ എന്താണോ ചെയ്തത് അതാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നന്മ ഉപദേശിക്കലും തിന്മയെ തടയലുമായിരുന്നു ജോലി. റസൂലുള്ളാന്റെ പണി അദ്ദേഹം എടുത്തു. പിന്നീട് വന്ന ഓരോ സ്വഹാബാക്കളും നന്മ ഉപദേശിച്ചു, തിന്മയെ തടഞ്ഞു. എല്ലാ സഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടിയിരുത്തി റസൂലുള്ള ചോദിച്ചു, വമാ തുഹിബ്ബു മിനദ് ദുനിയ, ദുനിയാവിൽ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിക്കുന്നത് എന്താന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, വമാ തുഹിബ്ബു മിനദ് ദുനിയ, ദുനിയാവിൽ നീ ആഗ്രഹിക്കുന്ന എന്താണ്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അംറു ബിൽ മഅറൂഫി വലൗ കാന സിറ, അത് രഹസ്യമായാലും ഒരാളോട് പോയിട്ട് നന്മ ഉപദേശിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ. രഹസ്യമായിട്ടാണെങ്കിലും, ഒരു കുടിയനാണ് നബി, പരസ്യമായിട്ട് നീ പറയണ്ട, രഹസ്യമായിട്ട് പോയിട്ട് അബീവേ നമുക്ക് പറ്റിയ പണിയല്ല ഇത്, നമുക്ക് യോജിച്ചതല്ല ഇത്, നമ്മുടെ ഇസ്സത്തിന് പറ്റിയതല്ല ഇത്, ഇത് നമ്മൾ ഒഴിവാക്കണം. അവനെ നല്ല രീതിയിൽ ഉപദേശിച്ചു അല്ല ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തണം. നിസ്കരിക്കുന്ന ആളാണ്, ചിലപ്പോൾ ഒരു പക്ഷെ ശരിയാ നമസ്കരിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരാൾ വെള്ളം അടിക്കുന്നത് കണ്ട് സ്വഹാബ. എപ്പോഴും ഖുർആൻ ഓതുന്ന ഒരാൾ എപ്പോഴും ഖുർആൻ ഓതും, പക്ഷെ നോക്കുമ്പോൾ മണിച്ചം പാട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. വിളിച്ച് ബാ നബി അടുത്തെന്ന് പറഞ്ഞു, ഇവൻ വെള്ളടിയാ. അള്ളാഹു റസൂൽ അവന്റെ ഖിറാഅത്ത്, അവന്റെ ഖുർആൻ, അള്ളാഹു അവനെ അതിൽ നിന്ന് തടയും. അപ്പൊ നിസ്കരിക്കുന്ന ഒരാൾ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം നീചവും നികൃഷ്ടവുമായ പ്രവർത്തനം തടയും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് നമസ്കരിക്കുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ചേട്ടാ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് എടുത്തിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാകും. അപ്പൊ അള്ളാഹു അവനെ അതിൽ രക്ഷപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? രഹസ്യമായിട്ട് അവനെ ഉപദേശിക്കണം, പരസ്യപ്പെടുത്താൻ പാടില്ല. ഒരുത്തനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ന്യൂനത നമ്മൾ കണ്ടു, അവനെ രഹസ്യമായിട്ട് വിളിച്ച് നമ്മൾ അവനെ ഉപദേശിക്കുക. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, വനഹിയുൻ അനിൽ മുൻകർ വലൗ കാന ജഹ്റ, തിന്മയെ വിരോധിക്കുക എന്നുള്ളത് അത് എത്ര ഇതാണെങ്കിലും പരസ്യമായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ, എനിക്കതൊരു ഇഷ്ടമാണ്. ഒന്ന് നന്മ ഉപദേശിക്കുക, അത് രഹസ്യമായാലും ശരി. തിന്മയെ വിരോധിക്കുക, തടയണം, അത് പരസ്യമായാലും ശരി, എനിക്ക് പ്രശ്നമല്ല, എനിക്കത് പറയണം, എനിക്കത് ഇഷ്ടമുള്ള കാര്യമാണ്. 3 വഖൗലുൽ ഹഖ് വലൗ കാന മുറ, എവിടെയായാലും ഹഖ് പറയണം. അതിന് എത്ര കയ്പും പുളിപ്പും ഉണ്ടെങ്കിലും ആ സത്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയണം. എനിക്ക് കളവ് പറയാൻ ഇഷ്ടമില്ല, എനിക്ക് സത്യം തന്നെ പറയണമെന്നുള്ള ഒരു ആഗ്രഹം. ഈ 3 കാര്യമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് ഇഷ്ടപ്പെട്ടത്, നബി നിങ്ങളോടൊപ്പം എപ്പോഴും ഇരിക്കണം, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം, എൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം.
ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത് നന്മ ഉപദേശിക്കണം, തിന്മയെ തടയണം, സത്യം പറയണം. എവിടെയായിരുന്നാലും സത്യം പറയണം. ഉമർ റളിയല്ലാഹു തആല ഭയങ്കര ഈ ദീനിന്റെ വിഷയത്തിൽ കർക്കശ സ്വഭാവക്കാരനാണ്. മഹാത്മാഗാന്ധി പോലും ഉമർ റളിയല്ലാഹു തആലാന്റെ ബുക്ക് പഠിച്ചിട്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? എന്റെ ആദരവ്, എന്റെ ബഹുമാനം ആ ഉമറിന് ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹം പുറത്തെടുക്കുന്ന അതേ നിലപാടാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിലും അദ്ദേഹം എടുക്കുന്നത്. പുറത്ത് ആരെ എങ്ങനെ ഭരിച്ചിട്ട് എങ്ങനെയാണോ നീതി അല്ലെങ്കിൽ അനീതി ചെയ്ത ഒരാളോട് എങ്ങനെയാണോ അദ്ദേഹം സമീപിക്കുന്നത്, ആ അതേ സമീപനം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗൃഹാന്തരീക്ഷത്തിൽ, അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ ആ സാഹചര്യത്തിലും ഒരു തെറ്റ് ചെയ്താൽ അവരോടും എടുക്കുന്ന നിലപാട് അത് തന്നെയാണ്. അവിടെ ഭാര്യയെന്നോ മക്കളെന്നോ രക്തബന്ധുവെന്നോ ഇല്ല. നീതിക്ക് അദ്ദേഹം സ്ഥാനം നൽകുന്നു എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അദ്ദേഹം പഠിച്ചിട്ടല്ലേ പറഞ്ഞത്? അദ്ദേഹം പഠിച്ചിട്ടല്ലേ പറഞ്ഞത്? ഇത്ര വലിയ വാക്കാണ്. ഞാൻ എന്റെ ആദരവ്, എന്റെ he commanded my respect, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എന്റെ ആദരവ് ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഫലസ്തീനിലേക്ക് അദ്ദേഹത്തെ അവിടുത്തെ ഭരണാധികാരികൾ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. ഭരണാധികാരികൾ എല്ലാവരും വലിയ പൂച്ചണ്ടൊക്കെയായിട്ട് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹം സാദാ സീതാ വസ്ത്രം ഇട്ടുകൊണ്ടാണ് പോകുന്നത്. സാദാ സീതാ ഒരു വസ്ത്രം, ഡ്രസ് ഇട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ ഇവിടെയൊക്കെ കീറിയിരിക്കുന്നു. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല കൂടെ ഉണ്ട്. അമീറുൽ മുഅ്മിനീൻ, രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയാണ്. നമ്മളൊരു വലിയ ഒരു നാട്ടിലേക്ക് പോവാണ്. പൂച്ചണ്ടുകളൊക്കെ ആയിട്ട് നമ്മളെ സ്വീകരിക്കാൻ അവിടെ ആളുകൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഈ ഒരു വേഷത്തിൽ പോയാലോ? ഇച്ചിരി ഒരു ശരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി മൊഞ്ചോട് കൂടിയൊക്കെ പോകണ്ടേ? ഉമർ റളിയല്ലാഹു തആല പൊട്ടിത്തെറിച്ചില്ലേ? അബൂ ഉബൈദ, നീ ഒരു മുസ്ലിമാണ്, ഈമാനുള്ളവനായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പറഞ്ഞ വാക്കാണ്. നീ ഈമാനുള്ളവൻ. നമ്മളൊക്കെ ജഹാലത്തിലും ഷിർക്കിന്റെയും കുഫറിന്റെയും മധ്യത്തിൽ കിടന്ന് അള്ളാഹ് നമുക്ക് ഏറ്റവും വലിയ ഇസ്സത്ത്, ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന ഇസ്സത്ത് നിന്ന് അള്ളാഹു നമ്മളെ പുതപ്പിച്ചു. ആ വസ്ത്രം നൽകി അള്ളാഹു നമ്മളെ ആദരിച്ചു. അതിനേക്കാൾ വലിയ വസ്ത്രം നമുക്ക് ലോകത്തിന്റെ മുന്നിലില്ല. കള്ളിന്റെയും പെണ്ണിന്റെയും വൃക്ഷങ്ങളുടെയും ദീപങ്ങളുടെയും വടവൃക്ഷങ്ങളുടെയും മൺകൂനകളുടെയും മുന്നിൽ നമ്രശിരസ്കരായിരുന്ന് രാപ്പകലില്ലാതെ ഇതാണ് ദൈവമെന്ന് ആരാധിച്ചിരുന്ന നമ്മളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യത്തിന്റെ പന്ഥാവിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ആ പ്രകാശം നമ്മുടെ മേലേക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു തന്നപ്പോ ഇതിനേക്കാളും വലുതാണോ നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ഡ്രസ്സ്? നീ ഒരു മുഅ്മിൻ അല്ലായിരുന്നുവെങ്കിൽ പിൽക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു വാക്ക് ഇനി മേലിൽ ഉണ്ടാകാതിരിക്കാൻ നിന്നെ ഒതുക്കിക്കളയുമായിരുന്നു. ഞാൻ അടിച്ചൊതുക്കുമെന്നാ പറഞ്ഞേ. കൊന്നല്ല, അടിച്ച ശരിയാക്കിയല്ലേ. നമ്മള് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോ ഇച്ചിരി എന്താ ഉസ്താദ് ഇച്ചിരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്നുകൂടെ ചോദിച്ചാൽ ആളുകൾ നോക്കുന്നത് അതിലേക്കാണ്, ആ ഒരു ഡ്രസ്സിലേക്കാണ് നോക്കുന്നത്. പക്ഷെ അള്ളാഹു തന്ന ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ഇസ്സത്ത് നമുക്കതൊരു വലിയ വിഷയമല്ല. അതുകൊണ്ടല്ലേ, ശരിയല്ലേ, കല്യാണത്തിനൊക്കെ ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന വസ്ത്രങ്ങളാണോ പെണ്ണുങ്ങൾ ധരിക്കുന്നത്? ആണോ? ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ച് ഇന്നത്തെ സാഹചര്യം ജൂതന്മാര് കണ്ടുപിടിച്ച ഡ്രസ്സുകൾ ഇട്ടിട്ടല്ലേ നമ്മുടെ പെണ്ണുങ്ങള് കൂത്താടുന്നത് കല്യാണത്തിന്റെ സദസ്സുകളിൽ. അപ്പൊ ആരെ പിൻപറ്റിയ അവർക്ക് ഏതാ ഇസ്സത്ത്? ഇസ്ലാമിനേക്കാൾ അവർക്ക് ഇസ്സത്ത് ഏതാ? നമ്മുടെ ചെറുപ്പക്കാര് ഈ ബർമൂഡ ഇട്ട് നടക്കുമ്പോ ഇസ്സത്ത് ഏതാണ്? ഇസ്ലാം എന്ന ഇസ്സത്ത് അല്ല അവർക്ക് വലുത്. അവർ അർദ്ധനഗ്നരായി തന്നെ നടക്കണം, ആണും പെണ്ണും. അതാണ് അവർ ആഗ്രഹിക്കുന്ന ഇസ്സത്ത്. ഈ ഇസ്സത്തിനെതിരെയാണ് ഉമർ റളിയല്ലാഹു തആല ഗർജിച്ചത്. അബൂ ഉബൈദ, നീ ഒരു ഡ്രസ്സിലാണ് കേവലം നീ ഇസ്ലാമിനെ കാണുന്നത്. അല്ല, ഈമാനും ഇസ്ലാമും തന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നത് വലിയ അഭിമാനമാണ്. ആ ഇസ്സത്തിനെ നീ കരിവാരി തേക്കരുത്. ഉമർ റളിയല്ലാഹു തആല വലിയ ഗൗരവത്തോടെ, അത് മഹാത്മാഗാന്ധിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി ആ ഒരു വാക്ക്. ഒരു ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരി ഇതാണോ ആഗ്രഹിക്കുന്നത്? ഈ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു രാജ്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഇദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നീതിമാന്റെ ഒരു രാഷ്ട്രം. ഒരു കുറ്റം ചെയ്തവനെ മുന്നിൽ കൊണ്ടുവന്നു, മോഷ്ടിച്ചവൻ. ഉമർ റളിയല്ലാഹു തആല എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്താണ് മോഷ്ടിച്ചത്? അത് അള്ളാഹു ഉദ്ദേശിച്ചു, ഞാൻ മോഷ്ടിച്ചു. ഉമർ റളിയല്ലാഹു തആല അവന്റെ കൈയും വെട്ടണം, 30 അടി അടിക്കാൻ പറഞ്ഞു. സാധാരണ മോഷ്ടിച്ചവന് 30 അടി കൈ വെട്ടിയാൽ മാത്രം മതി, അവന്റെ കൈയും വെട്ടണം, 30 അടി അടിക്കാം. അപ്പൊ എന്തിനാണ് ചോദിച്ചു 30 അടി? അള്ളാഹെ കുറ്റം പറഞ്ഞു.
ഇവൻ മോഷ്ടിച്ചിട്ട് ഇവൻ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ച അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്, അതിന് 30 അടി അടിക്കാൻ പറഞ്ഞു. അതാണ് അതിന്റെ പണി. മോഷ്ടിച്ചെന്ന് മാത്രം അത് എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ തൗബ ചെയ്യടാതെ പൊരുത്തപ്പെട്ട് കൊടുത്തേക്ക്. ഇവ അവിടെ പോയിട്ട് അള്ളാഹു ഉദ്ദേശിച്ചാന്ന് പറഞ്ഞിട്ട് അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കലുണ്ടായി. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. ഞാനൊരു തെറ്റ് ചെയ്തിട്ട് എന്റെ അള്ളാഹ് എന്നോട് കൽപ്പിച്ചാണ് നമ്മൾ പറയാൻ പാടുണ്ടോ? നഊദുബില്ലാ. സംഭവിച്ചോ പഠിച്ചോനെ മാപ്പാക്കണേ അള്ളാഹ്, വീണുപോയ അള്ളാഹ്, കുടുങ്ങിപ്പോയ അള്ളാഹ്, പ്ലീസ് പഠിച്ചോനെ ഒന്ന് നീ രക്ഷപ്പെടുത്തി സഹായിക്കണേ എന്ന് പറയേണ്ടതിന് പകരം അത് അള്ളാഹ് ഉദ്ദേശിച്ചത് കൊണ്ടാണ്, എല്ലാം അള്ളാഹ് ഉദ്ദേശിക്കാതെ ഒന്നും നടക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഉദ്ദേശിച്ചതാണെന്നും പറഞ്ഞിട്ട് വണ്ടിയുടെ മുന്നേ എടുത്ത് ചാടിയിട്ട് ഇത് അള്ളാഹ് ഉദ്ദേശിച്ചതാണെന്ന് പറഞ്ഞിട്ട് പറയാൻ കാര്യമുണ്ടോ? വലാ തുൽഖൂ ബിയൈദികും ഇലാ തഹ്ലുക. നാശത്തിൽ നിന്റെ കൈ കൊണ്ടിടരുത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാള് മോഷ്ടിച്ചാൽ കൈ മുറിച്ചു മാറ്റണം. രണ്ടാമത് മോഷ്ടിച്ചാൽ ഇടത് കാൽപാദം മുറിച്ചു മാറ്റണം. മൂന്നാമത് മോഷ്ടിച്ചാൽ ഇടത് കൈ മുറിച്ചു മാറ്റണം. നാലാമത് മോഷ്ടിച്ചാൽ വലത് കൈ മുറിച്ചു മാറ്റണം, അല്ല വലത് കാൽപാദം മുറിച്ചു മാറ്റണം. അപ്പൊ ഇതാണ് അതിന്റെ നിയമം അനുസരിച്ച്. ഇസ്ലാമിക നിയമം അങ്ങനെയാണ്. അങ്ങനെ ഒരു നിയമം വന്നുള്ള അവസ്ഥ ഇവനെങ്കിലും മോഷ്ടിക്കൂ, ഇവനെങ്കിലും മോഷ്ടിക്കൂ. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇസ്ലാമിക നിയമമൊക്കെ എല്ലാം ലോകത്തിന് അനുകരണീയമാണ്. ഇന്ന് കള്ളം കപ്പലിൽ തന്നെയുണ്ട്, അവനെ കാത്തു സൂക്ഷിക്കുന്ന കാലഘട്ടമാണ്. കള്ളന്മാർക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് പ്രശ്നം എന്താ? വീണ്ടും വീണ്ടും ഈ കള്ളം അധികരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് പറയുന്നവനെതിരെ ഭയങ്കരമായി രഹസ്യമായി ഭീഷണിയും ഉയർത്തുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ കാലം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം അങ്ങനെ ആയിരുന്നില്ല. അത് റസൂലുള്ളാഹിൽ നിന്ന് പഠിച്ചു വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടത് അത് തന്നെയായിരുന്നു. എവിടെയാണോ നിയമം പാസ്സാക്കുന്നത് അതേ നിയമമായിരിക്കും ഉമർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലും നടത്തിയിരുന്നത്. അതാണ് അംറു ബിൽ മഅറൂഫ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോഗ സന്ദർശനത്തിനൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അദ്ദേഹം ഇങ്ങനെ വന്ന് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയിട്ട് പോയി. നിങ്ങൾക്ക് അള്ളാഹു വലിയ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ ജീവിച്ച് ഇപ്പൊ ഷഹീദായി, ഇതിനുള്ളൊരു മാർഗം അള്ളാഹു നിങ്ങൾക്ക് തന്നു, ഇതിനുള്ള മാർഗം. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തെ ഇത്രത്തോളം മദ്ഹുകളൊക്കെ പറഞ്ഞ് ഉയർത്തി പറഞ്ഞ് പൊക്കി പറഞ്ഞ് അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുണ്ട് കണങ്കാലിന് താഴെ കിടക്കുന്നത് കണ്ടു. റുദ്ദു അലയ്യ അൽ ഗുലാം. ആ കുട്ടിയെ അവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിപ്പിച്ചു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഇർഫഅ സൗബക ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിസൗബിക. വസ്ത്രം ഉയർത്തും മോനെ, സുഖമില്ല, ലാസ്റ്റ് ചാൻസിൽ കിടക്കുകയാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി പോവാണ്. ആ ഹാലിൽ അംറു ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട്, മോനെ നീ നിന്റെ വസ്ത്രം ഉയർത്തു മോനെ. നമ്മൾ രാഷ്ട്രീയക്കാരായ മുസ്ലിമീങ്ങളായ രാഷ്ട്രീയക്കാർ, നിസ്കാരമുള്ളവർ തന്നെ ആയിരിക്കും. അവർ മുണ്ടെടുക്കുമ്പോ പൊക്കിളിന് താഴെ വെച്ചൊടുക്കുന്നു, കണങ്കാലിന് താഴെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോട് അല്ലേ. രാഷ്ട്രീയക്കാരൊക്കെ അല്ലേ, നേതാക്കന്മാരെന്ന് ആലോചിച്ച് നോക്കി. നമ്മളപ്പോ ആരെ ഇഷ്ടപ്പെടുന്നത്? നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു തന്ന ഇസ്സത്തല്ല, അള്ളാഹ് തന്ന ഇസ്സത്തല്ല, അള്ളാഹു തന്ന ഇസ്സത്തല്ലേ നമുക്ക് വലുത് സുഹൃത്തുക്കളെ. വേറെ ഏത് ഇസ്സത്താ വലുത്? ഇനി ഒരു കാര്യം നിങ്ങൾ ഓർത്തോളി, നമുക്ക് അള്ളാഹു തന്ന ഈ ഇസ്സത്തിനേക്കാൾ വലുത് ഈ ഭൗതികമായ മറ്റുള്ളവരുടെ അനുകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അക്കൂട്ടത്തിൽ തന്നെ ഈ ദുനിയാവും ആഖിറവും കൂട്ടിക്കുഴയ്ക്കുന്നവരെ പോലെ നിങ്ങളെയും അക്കൂട്ടത്തിൽ തന്നെ ആക്കുകയും അള്ളാന്റെ ശാപം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. ഇതാണ് ജൂതന്മാർക്ക് ഇറങ്ങിയത്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം ദാലിക ബിമാ അസൗ വകാനൂ യഅതദൂൻ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ ലബിഅസ മാ ഖദ്ദമത് ലഹും അൻഫുസുഹും അൻ സഖിതല്ലാഹു അലൈഹിം. അല്ലാഹു പറഞ്ഞ വാക്ക്. എന്തുകൊണ്ട് ബനൂ ഇസ്രായീലിലെ അല്ലാഹുവിനെ ധിക്കരിച്ചവരെ ശപിച്ചതിന്റെ കാരണമെന്ത്? ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലികളിൽ നിന്ന് അല്ലാഹുവിനെ ധിക്കരിച്ചവരെ അല്ലാഹു ശപിച്ചു. കാരണമെന്ത്? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന തെറ്റുകളെ നിഷേധിക്കാനോ അതിനെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല.
ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരാളെ കണ്ടുമുട്ടുമ്പോ, രാവിലെ കണ്ടുമുട്ടുമ്പോ യാ ഫുലാൻ യാ ഹാദാ ഇത്തഖില്ല, ഒരാളൊരു തെറ്റ് നേരം വെളുത്തി പലസ്തീന്റെ മണ്ണില് അല്ലെങ്കിൽ ഇസ്രായേലുകളുടെ ഇടയില്, ബനൂ ഇസ്രായേലുകളുടെ ഇടയിൽ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാൾ മദ്യപിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഒരാളെ കണ്ടു പറയും, നിസ്കാരമുള്ളവനായിരിക്കും, കണ്ടു പറയും യാ ഹാദാ ഇത്തഖില്ല അള്ളാഹെ പേടിക്കടാ, നീ കയ്യിലിരിക്കുന്നിടത്ത് കളയി, ഇതങ്ങ് നീ ഒഴിവാക്ക്, ഇത് നീ അങ്ങോട്ട് ഒഴിവാക്ക് എന്ന് പറയും. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴും വീണ്ടും ഇത് തന്നെ സംഭവം, വീണ്ടും പറയും. മൂന്നാമത്തെ ദിവസം വരുമ്പോഴും ഇത് തന്നെ. അപ്പൊ ഇയാളും പറയും, പോടെ നീ എന്താണ് ഇതൊക്കെ ദുനിയാവാ, നീ വേണമെങ്കിൽ ഇവിടെ അവനോടങ്ങിരിക്കും. ഉപദേശിച്ച ആള് അങ്ങനെയുണ്ട് സംഭവം. ഇതായിരുന്നു ഉപദേശിച്ചവർ. നമ്മൾ 2-3 ട്രിപ്പ് പോയിട്ട് ഇവരടുത്ത് പറഞ്ഞ് ഇവനെ നന്നാക്കാൻ നോക്കി. അവസാനം എന്തായി? അവര് 4 പേരും കൂടെ ചേർന്ന് ഇവനെ ഇടങ്ങേറാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവരൊക്കെ ഈ തെറ്റിലേക്ക് ഇവരോടൊപ്പം കൂട്ടുകൂടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബനൂ ഇസ്രായേൽപ്പെട്ടവരെ ശപിച്ചതുപോലെ ഇവരെയും അല്ലാഹു തആല ശപിക്കും. 4 പേര് ചേർന്ന് യാത്ര ചെയ്യുന്നു. 3 പേര് നിസ്കാരം ഇല്ലാത്ത ആള്, ഒരാൾ നിസ്കാരം ഉള്ള ആള്. 3 പേര് ഓണത്തിന് പോകുന്ന വഴിക്ക് ബാറ് കണ്ട്, അല്ലാഹുവേ എടാ ഞങ്ങളൊന്നും വരില്ല, നമുക്ക് വേണ്ട, നീ എന്താണ് ചായ കുടി, അല്ലെ ഒരു ജ്യൂസ് കുടി, നീ ഒരു ജ്യൂസ് കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല സൂപ്പുണ്ട്, സൂപ്പ് കുടി, വെജിറ്റബിൾ സൂപ്പുണ്ട്, മട്ടൺ സൂപ്പുണ്ട്, നീ കുടി, ഞങ്ങൾ വേറെ കുടിച്ചോളാം, നീ കുടിക്കണ്ട. അയാൾ ശരിയല്ല, ഞാൻ പള്ളിയിൽ എടേ വേണേ നീ മറ്റേ അവൻ കുടിക്കുന്നു, ഇവൻ കുടിക്കും, നിനക്കൊന്ന് വന്നൂടാ കൂടെ. അവസാനം നിർബന്ധിച്ച് ഇവനെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തും. അവര് 3 പേരും കുടിക്കും, എന്റെ മുന്നിൽ ഇവൻ സൂപ്പ് കുടിക്കും. എല്ലാം ഷാമിലാണ്, എല്ലാം സെയിം. ലാ തുജാലിസു അലാ ശുറാബിൽ ഖംർ, മദ്യം വിളമ്പുന്ന സ്ഥലത്തിരിക്കരുത്, അവിടെ പോയിരിക്കരുത്. ഏത് തീന്മേശയിലാണോ മദ്യം വിളമ്പപ്പെടുന്നത് ആ തീന്മേശയിൽ നീ പോയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. അതാണ് ഇസ്ലാം പറഞ്ഞ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കുടിച്ചോ കുടിച്ചില്ലയോ എന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ ഹറാമ് വിൽക്കപ്പെടുന്ന സ്ഥലമാണ്, അവിടേക്ക് നീ പോയിരിക്കരുത്. നീ നിസ്കാരം ഉള്ളവനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ അവിടേക്ക് പോയിരിക്കാൻ പാടില്ല. എന്റെ ഓട്ടോറിക്ഷയിൽ നീ 5 നേരം നിസ്കാരം ഉള്ളവനാ, 5 നേരം നിസ്കാരമല്ല. വണ്ടിയുടെ ഓട്ടോറിക്ഷയുടെ പേര് ബുറാഖ്, ഓട്ടോറിക്ഷയുടെ പേര് ബുറാഖ്. അവന്റെ പറയുന്നത്, അലിയ നീ വരുമ്പോ മറ്റേ 2 കുപ്പിയോടെ മേടിച്ചോണ്ടാ അളിയാ, ഓടെ പള്ളി നല്ലൊരു ദിവസമായിട്ട് റബീഉൽ അവ്വൽ 1000 രൂപ നീ മേടിച്ചോണ്ടാ. എവിടെ കൊണ്ട് കൊടുക്കണം? രണ്ടാമത് റബീഉൽ അവ്വലും പോയി, റമളാനും പോയി. 1000 തരാന്ന് പറഞ്ഞപ്പോ കുപ്പിക്ക് 350 രൂപ ഉള്ളൂ, ഇത് കൊണ്ടുവരുന്നതിന് 1000 രൂപ. അപ്പൊ എവിടെ കൊണ്ടുവരണം? ഞാൻ അവിടെ കൊണ്ടുവരില്ല, ഞാൻ മറ്റവന്റെ കടയിൽ അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങ് പോകും. അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം, 3:45 അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത്തെ ഇവനെ കുറിച്ച് പറഞ്ഞത്, ലഅനല്ലാഹു ഹാമിലഹ, ഇവനെയും ശപിച്ചു, അവന്റെ ഓട്ടോറിക്ഷ അല്ലാഹു ശപിച്ചു. ഇവൻ കുറിച്ചിട്ട് വലിയ കാര്യമില്ല, ഇവനെ അല്ലാഹു ശപിച്ചു, ഇവന്റെ ഓട്ടോറിക്ഷ. ഞാൻ കുടിച്ചില്ലല്ലോ അല്ലാഹ്, നീ കുടിക്കണ്ട, മേടിച്ചോണ്ട് കൊടുത്തില്ലേ, നീ കുടിക്കണം നിർബന്ധമൊന്നുമില്ല. അതാണ് ഇസ്ലാമിന്റെ തത്വം. ഇസ്ലാമിന്റെ തത്വം അതാണ്. അസർ നിസ്കരിക്കാൻ വേണ്ടി ഒരുത്തം വരുന്ന സമയത്ത് മറ്റേ വെള്ളം വിൽക്കുന്ന ഒരു കട, ഹോട്ടലിനെ കുറിച്ച് ചോദിച്ചു, അതെവിടാന്ന്. നമ്മൾ വഴി കാണിച്ചു, അവിടുന്ന് അടുത്ത് ലെഫ്റ്റ് ഇട്ട് പോയാൽ മതി. അത് പോയി, ഈ കാക്കായും പോയി, നമ്മൾ ഒന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ഒരു വാചകം കൊണ്ട് നമ്മൾ സഹായിച്ചാലും മതി, അവനും അക്കൂട്ടത്തിൽ പെടും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, വാഹനം ഓടിക്കുന്നവർ, ഹറാമായ കച്ചവടത്തിന് നമ്മൾ നിൽക്കരുത്. നമ്മൾക്ക് 1000-ഓ 2000-ഓ കിട്ടും, സംഭവം ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ആ 2000 രൂപയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഏറ്റവും വലിയ നിന്ദ്യതയാണ്. അള്ളാഹുവിനും അവന്റെ റസൂലിനും നിരക്കാത്ത പ്രവൃത്തിയാണ് നമ്മളെ ചെയ്യുന്നത്. നമ്മുടെ മക്കളാണ്, ആ പണം കൊണ്ട് നമ്മുടെ മക്കൾ തിന്നണം. കള്ള് എന്ത്, മദ്യം എന്ത്, ലഹരി എന്തെന്നറിയാത്ത നമ്മുടെ മക്കൾ പോയിരുന്നിട്ട് തിന്നണം. എന്റെ വാപ്പ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കൊണ്ടുവന്ന പൈസ ആണ് എന്ന് കരുതിയിട്ട് ആ മക്കള് വാപ്പ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ദുആ ചെയ്യും, അല്ലാ എന്റെ വാപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ. ഇല്ല മോളെ, കിട്ടൂല. കാരണം എന്ത്? വാപ്പ നിന്നെ കൊണ്ട് തീറ്റിച്ചത് ഹറാമിന്റെ പണവാ. അതുകൊണ്ട് എന്റെ പൊന്നുമോളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ഹബീബെ, പൈസ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം, പണം എങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഉള്ളത് മതി, ഉള്ളത് മതി. നമ്മൾ ഉള്ളത് സന്തോഷമായിട്ട് ബർക്കത്തായിട്ട് ഉറക്കം ഒഴിച്ചിട്ടൊക്കെ ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ രാത്രി കിടന്ന് ഉറക്കം. നമ്മളൊക്കെ, ഞാൻ ഈ യാത്ര ചെയ്യുന്ന ആളാണ്. ഈ
ഈ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ 100, 150 രൂപ, 250 രൂപയ്ക്ക് ചിലപ്പോൾ ഒരു രാത്രി ഉറക്കം ഒഴിച്ചാൽ ഒരു 250 രൂപ കിട്ടും. ഒരു രാത്രി ഉറക്കമൊഴിച്ച ആ ഉറക്കമിളയ്ക്കൽ കൊണ്ട് ശരീരത്തിന് എത്ര ഹാനിയാണ് സംഭവിക്കാൻ പോണത്. ശരീരത്തിന് എത്ര രോഗങ്ങൾ ഉണ്ടാകും. ഒരു 250, 300, 500 രൂപ കിട്ടും. 500 രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു രാത്രി മുഴുവനും ഉറക്കമിളക്കുന്നത്. എത്ര ഹലാലായ പൈസയാണ്. അത് തീറ്റിക്കണം മക്കൾക്ക്. എത്ര റാഹത്താണ്. അപ്പൊ ഒരിത്തിരി പൈസ കൂട്ടിക്കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള ഹറാമിയത്തിന് നമ്മൾ കൂട്ടിൽ നിന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താ ചെയ്യുന്നറിയോ? ഈ നിസ്കാരത്തോടൊപ്പം തന്നെ അവരോടൊപ്പം നമ്മളെ അങ്ങോട്ട് ചേർക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ നമ്മൾ ശപിക്കപ്പെടും. അങ്ങനെ നമ്മൾ ശാപം പേറുന്നവരായി മാറും. അതാണ് ഇപ്പൊ നിക്കാഹിന്റെ വേദികൾ നടക്കുന്നത്. നിക്കാഹ് ഇസ്ലാമികമാണ് എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കും, ഒക്കെ പറയും. പക്ഷെ സാഹചര്യം ഒത്തു വന്ന് ശൈത്താനിന്റെ പണി വന്ന് അവൻ നമ്മളെ ഇളക്കി പെണ്ണുങ്ങളെ അർദ്ധ നഗ്നകളാക്കി അവര് ലിപ്റ്റിക്കിട്ട് പുട്ടിയടിപ്പിച്ച് എല്ലാം ചെയ്ത് തന്റെ ശരീരത്തിൽ ഒളിവിന്റെ ഒരു അംശം പോലും എത്താത്ത നിലയിൽ മൊത്തം പെയിന്റ് അടിപ്പിച്ച് റാഹത്തായി കയറ്റി നിർത്തി പരസ്യമായിട്ട് പാട്ടുപാടി കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിച്ച് ആ നിക്കാഹിനെ അതുമായി ഖറാബാക്കി ഇതിനോടൊപ്പം ചേർത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലാഹു തആല എന്ത് ചെയ്യും? ആ ദീനിനോടൊപ്പം നിന്നവരെ അടക്കം അവരുടെ കൂട്ടത്തിൽ ചേർക്കും. അതാണ് ഹദീസ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയാണ് ഈ ബനൂ ഇസ്രായേലുകൾക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, ദൗത്യമായിരുന്നു അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. 4 കാര്യം. ഒന്ന്, നന്മ ഉപദേശിച്ചു, തിന്മയെ തടഞ്ഞു. രണ്ടാമത് നല്ലത് തിന്നാൻ പഠിപ്പിച്ചു, മോശമായതിനെ അള്ളാന്റെ റസൂല് അത് വർജിക്കാൻ ലോകത്തോട് പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഉപദേശിച്ചത് നിങ്ങൾ കഴിക്കുക, ഞാൻ ഏതാണോ നിങ്ങൾക്ക് ഒഴിവാക്കിയത് അത് നിങ്ങൾക്ക് വിട്ടുകളാ, അത് നിങ്ങൾ കഴിക്കണ്ട, അത് വേണ്ട. നമുക്ക് സംശയമുള്ളതൊന്നും നമ്മൾ കഴിക്കാൻ നിൽക്കണ്ട. എവിടെയെങ്കിലുമൊക്കെ പായസം വെച്ച് വിളമ്പോ നമ്മൾ തിന്നാനൊന്നും പോകണ്ട. ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയ സാധനം നമ്മൾ തിന്നാൻ പോണ്ട, എടുക്കാൻ പോണ്ട. നമ്മുടെ കൽബിന്, നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ ഹറാമ് വേണ്ട, ഒരിക്കലും വേണ്ട. ഒരു 10 രൂപ 20 രൂപ കൊടുത്താൽ പായസം കിട്ടും. അത് പൈസ കൊടുത്ത് വാങ്ങിച്ചിന്, നീ അധ്വാനിച്ച പൈസ കൊടുത്ത് വാങ്ങിച്ചിന്, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി തിന്ന്. അവിടെ ഇവിടെയൊക്കെ തരുന്ന പായസങ്ങൾ ആരുടെ പൈസ, എവൻ തരുന്നത്? ഇത് ഹറാമ് ഹലാൽ ഇത് വല്ല ഉണ്ടോ? ഇതൊക്കെ നോക്കണ്ടേ തിന്നല്. ഇത് നോക്കുമ്പോഴേ നമ്മുടെ ഇബാദത്തുകൾ ശരി. ഇല്ലെങ്കിൽ എന്താവും? അവരോടൊപ്പം ആവും. അതുകൊണ്ടാണ് നമുക്ക് കൂടുതലും മറ്റുള്ളവരുടെ സംസ്കാരത്തോട് ഇൻട്രസ്റ്റ്.